പൊതുമരാമത്ത് വകുപ്പിനെയും കിഫ്ബിയെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് കിഫ്ബി പദ്ധതികൾക്ക് വേഗം കുറവാണ് എന്ന് പരാമർശിക്കുകയുണ്ടായി. വർദ്ധിച്ചു വരുന്ന വാഹന സാന്ദ്രത കണക്കിലെടുത്ത് റോഡുകൾ നിലവിലുള്ള വീതിയിൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് പകരം അധികമായി ഭൂമി ഏറ്റെടുത്ത് വീതി കൂട്ടിയും വളവുകൾ നിവർത്തിയും ഡിസൈൻ റോഡുകളായാണ് ഭൂരിഭാഗം കിഫ്ബി റോഡുകളും നിർമ്മിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടുന്നതുകൊണ്ട് നിയമപ്രകാരമുള്ള നടപടിക്രമങ്ങൾ പാലിക്കുമ്പോഴുണ്ടാകുന്ന സ്വാഭാവികമായ കാലതാമസം പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിൽ പ്രകടമാണ്. ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ പൂർത്തീകരണത്തിൽ സാധാരണഗതിയിൽ ശരാശരി 2-3 വർഷം സമയമെടുക്കുമെങ്കിലും ഭൂ ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം, കോടതി വ്യവഹാരങ്ങളിലേക്ക് ഉൾപ്പെടെ നയിക്കുന്ന പ്രാദേശികമായ എതിർപ്പുകൾ ഇത്തരം കാരണങ്ങളാൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികളിൽ അനിയന്ത്രിതമായ കാലതാമസത്തിന് കാരണമാകുന്നുമുണ്ട്. വനം വകുപ്പിൻ്റെ അനുമതി, പാരിസ്ഥിതിക അനുമതി, തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതി, വെറ്റ്ലാൻഡ് ക്ലിയറൻസ്, നാവിഗേഷൻ ക്ലിയറൻസ് മുതലായവ ലഭ്യമാക്കുന്നതിലുള്ള സ്വാഭാവികമായ കാലതാമസം പ്രവർത്തികൾ സമയബന്ധിതമായി ആരംഭിക്കുന്നതിനെ ബാധിക്കുന്നുമുണ്ട്. ഈ അനുമതികളുടെ ഭാഗമായി ചില പദ്ധതികളിൽ ഡിസൈൻ മാറ്റങ്ങൾ അനിവാര്യമായി വരുന്നു. ഇതുമൂലം എസ്റ്റിമേറ്റ് ഡ്രോയിങ് പുതുക്കേണ്ടി വരുന്നതും പ്രവർത്തികൾ ആരംഭിക്കുന്നതിലുള്ള കാലതാമസത്തിന് കാരണമാകാറുണ്ട്. മലയോര ഹൈവേക്ക് ആവശ്യമായ വനം വകുപ്പിൻ്റെ അനുമതി, തീരദേശ ഹൈവേക്ക് വേണ്ട തീരദേശ പരിപാലന അതോറിറ്റിയുടെ അനുമതി തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളുമാണ്. റോഡുകൾ വീതി കൂട്ടി നിർമ്മിക്കേണ്ടതിനാലും ഭാവിയിൽ പൈപ്പ് ലൈനുകൾക്കുണ്ടാകുന്ന കേടുപാടുകൾ മൂലം പ്രവൃത്തി നിർവഹിച്ച റോഡുകൾ വെട്ടിപ്പൊളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കേണ്ടതിനാലും നിലവിലുള്ള KSEB, വാട്ടർ അതോറിറ്റി, ജലനിധി, BSNL മുതലായ യൂട്ടിലിറ്റികൾ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ അതിരിലേക്ക് മാറ്റി സ്ഥാപിച്ചതിന് ശേഷമാണ് ഭൂരിഭാഗം കിഫ്ബി പ്രവൃത്തികളും ആരംഭിക്കുന്നത്. ഇതുവഴി കാലഹരണപ്പെട്ട യൂട്ടിലിറ്റി ലൈനുകൾക്ക് പകരം സാങ്കേതിക മികവോടുകൂടിയതും കാര്യക്ഷമതയേറിയതുമായ യൂട്ടിലിറ്റി ലൈനുകൾ പുനഃസ്ഥാപിക്കപ്പെടുമെങ്കിലും ഇത്തരം പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന കാലതാമസം നിർമ്മാണ പ്രക്രിയയുടെ സമയക്രമത്തെ ബാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഗുണമേന്മയുടെ സുസ്ഥിരമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ നേരിടേണ്ടി വരുന്ന സ്വാഭാവികമായ സമയദൈർഘ്യത്തെയാണ് കാലതാമസമെന്നും പദ്ധതികളുടെ ഇഴഞ്ഞുപോക്കെന്നും ഇവിടെ വിമർശിച്ചത്. റെയിൽവേ മേൽപ്പാലങ്ങളുടെ കാര്യം. റെയിൽവേയുടെ ഭാഗത്തു നിന്നും GAD, ജനറൽ അറേഞ്ച്മെൻറ്റ് ഡ്രോയിങ്സ് അംഗീകാരം ലഭിക്കുവാനുണ്ടാകുന്ന കാലതാമസമാണ് പ്രധാനമായും റെയിൽ ഓവർബ്രിഡ്ജ് പദ്ധതികൾ തുടങ്ങുന്നതിന് തടസ്സമാകുന്നത്. GADക്ക് റെയിൽവേയുടെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. മേൽപ്പാലത്തിൻ്റെ റെയിൽവേ ലൈൻ കടന്നുപോകുന്ന ഭാഗത്തുള്ള സ്പാനുകളുടെ നിർമ്മാണം റെയിൽവേ നേരിട്ടോ അനുബന്ധ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലോ ആയതിനാൽ ഇത്തരം പ്രവൃത്തികളിൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നും കാലതാമസം ഉണ്ടാകുന്നുണ്ട്. ഇതും പദ്ധതികളുടെ മൊത്തം പുരോഗതിയെ ബാധിക്കുന്നുണ്ട്.